ബുദ്ധിശക്തി കൂടാതെ മറ്റു കഴിവുകൾ കൂടി നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം ആഗ്രഹിക്കുന്നതുപോലെ കാറ്റിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നൽകി. അദ്ദേഹത്തിന് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനും അവരുമായി സംസാരിക്കാനും കഴിയുമായിരുന്നു. പ്രവാചകൻ തന്റെ രാജ്യം വളരെ സമർത്ഥമായി ഭരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വലിയ ആരാധനാലയങ്ങളും ഗോപുരങ്ങളും നിർമ്മിച്ചു. ഒരിക്കൽ പ്രവാചകനും തന്റെ സൈന്യവും അസ്കലോണിലേക്ക് പോകുന്നതിനായി താഴ്വരയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവർ കടന്നുപോകുമ്പോൾ ഒരു ഉറുമ്പ് അവരുടെ അടുത്തെത്തിയ സൈന്യത്തെ കണ്ടു. അപ്പോൾ ആ ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വീടുകളിലേക്ക് ഓടിപ്പോവുക, അല്ലെങ്കിൽ സുലൈമാൻ നബിയും സൈന്യവും നമ്മളെ ചവിട്ടി മെതിക്കും. ഇത് കേട്ടപ്പോൾ പ്രവാചകന് വളരെ സന്തോഷമായി. ഞാനൊരു പ്രവാചകനാണെന്ന് ഈ ചെറിയ ഉറുമ്പിന് പോലും അറിയാം, അദ്ദേഹം ആലോചിച്ചു. അപ്പോൾ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹം അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ ജിന്നുകളും പക്ഷികളുമുണ്ടായിരുന്നു. അവർക്കും ഓരോ പദവികളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. അവർക്കിടയിൽ കർശനമായ അച്ചടക്കം പാലിച്ചിരുന്നു. ഒരിക്കൽ ഒരു പക്ഷി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അവധിയെടുത്തതിനാൽ അദ്ദേഹത്തിന് വിഷമമായി. എന്നിരുന്നാലും പക്ഷി താമസിയാതെ അതിന്റെ കാരണം വിശദീകരിച്ചു. പ്രവാചകൻ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിൽ പോലും ആ ചെറിയ പക്ഷിയാണ് അന്വേഷണം നടത്തിയിരുന്നത്. നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ സബായിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തയുമായാണ് വരുന്നത്, പക്ഷി പറഞ്ഞു. പക്ഷിയുടെ വാക്കുകൾ പ്രവാചകന്റെ ദേഷ്യം കുറയ്ക്കുകയും അത് അദ്ദേഹത്തെ കൗതുകപ്പെടുത്തുകയും ചെയ്തു. പക്ഷി തുടർന്നു, സബ ഭരിക്കുന്നത് ബൽഖീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജ്ഞിയാണ്. അവർക്ക് ധാരാളം സമ്പത്തുണ്ട്, മഹത്തായ ഒരു സിംഹാസനവുമുണ്ട്. പക്ഷേ അവർ അല്ലാഹുവിന് പകരം സൂര്യനെ ആരാധിക്കുന്നു. ആ പക്ഷി പറഞ്ഞത് സത്യമാണോ എന്ന് പരീക്ഷിക്കുവാൻ പ്രവാചകൻ ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം രാജ്ഞിക്കൊരു കത്തെഴുതി. കത്തും കൊണ്ട് ആ പക്ഷി ബൽഖീസിന്റെ സാമ്രാജ്യത്തിലേക്ക് പറന്നു. രാജ്ഞിയുടെ മുന്നിൽ ആ എഴുത്തിട്ടിട്ട് ആ പക്ഷി പറന്നുപോയി. രാജ്ഞി ആ കത്ത് തുറന്നു നോക്കി. പ്രവാചകന്റെ ആശംസകൾ അവൾ വായിച്ചു. കൂടാതെ അല്ലാഹുവിനെ ആരാധിക്കുവാൻ പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. രാജ്ഞി വളരെ അസ്വസ്ഥയായിരുന്നു. അതിനാൽ അവൾ പെട്ടെന്ന് തന്റെ ഉപദേശകരെ വിളിച്ചുകൂട്ടി. തങ്ങളുടെ രാജ്യത്തിന് യുദ്ധത്തിന് വേണ്ടിയുള്ള ശക്തി ഉണ്ടെങ്കിലും പ്രവാചകനുമായി സമാധാനപരമായ ഒരു പരിഹാരമാണ് ഉചിതമെന്ന് അവർ ഉപദേശിച്ചു. അതിനൊരു മാർഗം അവർ കണ്ടെത്തി. വിലപിടിച്ച സമ്മാനങ്ങളുമായി അവരുടെ ദൂതന്മാരെ പ്രവാചകന്റെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു. പ്രവാചകന്റെ സൈന്യത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ അവർ ദൂതന്മാരെ ഏൽപ്പിച്ചു. ദൂതന്മാർ പ്രവാചകന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ സാബ ഒന്നുമല്ലെന്ന് അവർക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മൃഗങ്ങളും പക്ഷികളും ജിന്നുകളും സേവനം ചെയ്യുന്നതറിഞ്ഞ് അവർ അത്ഭുതപ്പെട്ടു. അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ പ്രവാചകന്റെ സമ്പത്ത് സാബായോട് താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. കൊട്ടാരത്തിന്റെ തറകൾ പോലും ചന്ദനവും സ്വർണവും കൊണ്ട് നിർമ്മിച്ചതാണ്. ദൂതന്മാർ പ്രവാചകനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നതാണെന്ന് സുലൈമാൻ നബിക്ക് മനസ്സിലായി. അവർ സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ പ്രവാചകന്റെ പ്രതികരണം കണ്ട് അവർ ഞെട്ടി. അല്ലാഹു എനിക്ക് ധാരാളം സമ്പത്തും ഒരു വലിയ സാമ്രാജ്യവും നൽകിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് പ്രവാചകത്വവും നൽകിയിട്ടുണ്ട്. സമ്മാനങ്ങളൊന്നും തുറന്നു നോക്കാതെ എല്ലാം തിരികെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അല്ലാഹുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ രാജ്യം നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കത്തും പ്രവാചകൻ കൊടുത്തയച്ചു. സമ്മാനങ്ങളുമായി ദൂതന്മാർ തിരിച്ചെത്തി. അവർ ആ കത്ത് രാജ്ഞിക്ക് നൽകി. കൂടാതെ അവർ കണ്ട അത്ഭുതങ്ങളെക്കുറിച്ച് അവർ രാജ്ഞിയോട് പറഞ്ഞു. ദേഷ്യപ്പെടുന്നതിന് പകരം പ്രവാചകനെ സന്ദർശിക്കാൻ രാജ്ഞി തീരുമാനിച്ചു. ദൂതന്മാരിൽ ഒരാളോട് താൻ പ്രവാചകനെ കാണാൻ വരുന്നുണ്ടെന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു. രാജഭൃത്യന്മാരും സേവകരുമായി അവർ സാബായിൽ നിന്നും പുറപ്പെട്ടു. സാബായുടെ രാജ്ഞി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ സുലൈമാൻ നബി അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. രാജ്ഞി എത്തുന്നതിന് മുമ്പായി അവരുടെ സിംഹാസനം കൊണ്ടുവരാൻ അദ്ദേഹം തന്റെ മുൻപിലുള്ള ജിന്നുകളോട് ആവശ്യപ്പെട്ടു. കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പായി അതിലൊരു ജിന്ന് സിംഹാസനം അദ്ദേഹത്തിന്റെ മുൻപിലെത്തിച്ചു. അതിനുശേഷം അദ്ദേഹം സിംഹാസനത്തിൽ മാറ്റങ്ങൾ വരുത്തി. മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ അത് രാജ്ഞി അംഗീകരിക്കുമോ എന്ന് പരിശോധിക്കാനായിരുന്നു അത്.
ബൽക്കീസ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ആഘോഷവും ചടങ്ങുകളുമായി അവരെ സ്വാഗതം ചെയ്തു. അപ്പോൾ പ്രവാചകൻ സിംഹാസനത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത് നിങ്ങളുടേതാണ്. ബൽക്കീസ് ആശയക്കുഴപ്പത്തിലായി വീണ്ടും സിംഹാസനത്തെ നോക്കി. വളരെയധികം ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു, ഇത് എന്റെ സിംഹാസനത്തെപ്പോലെയുണ്ട്. അവൾ ബുദ്ധിമതിയും സമർത്ഥയുമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അവളെ കൊട്ടാരത്തിനകത്തേക്ക് സ്വാഗതം ചെയ്തു. അതിനകത്ത് തറകളിൽ മനോഹരമായ ഗ്ലാസുകൾ പതിച്ചിരുന്നു. രാജ്ഞി ഗ്ലാസിലേക്ക് ചവിട്ടുമ്പോൾ അത് വെള്ളമാണെന്നു കരുതി നനയാതിരിക്കാൻ അവർ തന്റെ വസ്ത്രം ചെറുതായിട്ട് പൊക്കി. ഇത് യഥാർത്ഥത്തിൽ ഗ്ലാസ് ആണെന്നും വെള്ളമല്ലെന്നും പ്രവാചകൻ അവരോട് പറഞ്ഞു. ബൽക്കീസ് അത്ഭുതപ്പെട്ടു. അത്തരം കാര്യങ്ങൾ അവർ മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു നല്ല ഭരണാധികാരി മാത്രമല്ല, ദൈവദൂതനും കൂടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. രാജ്ഞി സാബയിലേക്ക് തിരിച്ചു പോകുമ്പോൾ തങ്ങൾ ആരാധിക്കുന്ന സൂര്യൻ ഒന്നുമല്ലെന്നും അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നും തിരിച്ചറിഞ്ഞു. അവൾക്ക് കുറ്റബോധം തോന്നുകയും സൂര്യനെ ആരാധിക്കുന്നത് നിർത്തുകയും അതുപോലെ ചെയ്യാൻ തന്റെ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. സുലൈമാൻ നബി വലിയ മഹത്വത്തോടെ ജീവിച്ചു. എല്ലാ ജീവികളും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹത്തിന്റെ ജീവിതം പോലെ മഹത്തരമായിരുന്നു. ഒരു ദിവസം പ്രവാചകൻ ജിന്നുകളുടെ ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന അതേ ഇരിപ്പിൽ അദ്ദേഹം വഫാത്തായി. അദ്ദേഹം വഫാത്തായ കാര്യം കുറേക്കാലം ആർക്കും മനസ്സിലായില്ല. അദ്ദേഹം ഇരിക്കുകയാണെന്ന് എല്ലാവരും കരുതി. ജിന്നുകൾ അവരുടെ ജോലി ദിവസങ്ങളോളം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ കരുതിയത് പ്രവാചകൻ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിശന്നു വന്ന ഉറുമ്പ് പ്രവാചകന്റെ വടിയിൽ കടിക്കാൻ തുടങ്ങി. വടി പ്രവാചകന്റെ കയ്യിൽ നിന്ന് വീഴുന്നതുവരെ അത് തുടർന്നു. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ഇരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ മരണം ആരും അറിഞ്ഞില്ല. മാഷാ അല്ലാ, അത് വളരെ നല്ല കഥയായിരുന്നു. നിനക്കിഷ്ടപ്പെട്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ഞാൻ റെഡിയാണ് ബാബാ. സുലൈമാൻ നബിക്ക് പ്രത്യേകമായി നൽകിയ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കുവാനും പിന്നെ കാറ്റിനെ നിയന്ത്രിക്കാനും. ശരിയാണ്, വളരെ ശരിയാണ്. ഇനി അടുത്ത ചോദ്യം. സുലൈമാൻ നബി അലൈഹിസ്സലാം സൈന്യവുമായി സഞ്ചരിച്ചപ്പോൾ നബി അവരെ മനഃപൂർവ്വം കൊല്ലുമെന്ന് ഉറുമ്പുകൾ വിചാരിച്ചോ? ഇല്ല, ഒരു പ്രവാചകനാണ് വരുന്നതെന്ന് ഉറുമ്പിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ഉറുമ്പുകളെ അറിയാതെ ചവിട്ടുമെന്ന് വിചാരിച്ചത്. നിന്റെ ഉത്തരം ശരിയാണ്. എന്തുകൊണ്ടാണ് ആ പക്ഷിയെ കാണാതായതെന്ന് നിനക്കറിയാമോ? ആ പക്ഷി പ്രവാചകന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലായിരുന്നു. അത് സബ എന്ന രാജ്യം കണ്ടെത്താൻ പോയിരിക്കുകയായിരുന്നു. അത് വീണ്ടും ശരിയാണ്. സാബ രാജ്ഞിക്ക് പ്രവാചകനയച്ച സന്ദേശം എന്തായിരുന്നു? നബി തന്റെ ആശംസകളും അതോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് രാജ്ഞി അള്ളാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറായിരുന്നോ? ഇല്ല, അവർ തയ്യാറായില്ല. പ്രവാചകന്റെ സൈന്യത്തെപ്പറ്റി അറിയാൻ ദൂതന്മാരോട് സമ്മാനവുമായി പ്രവാചകന്റെ അടുത്തേക്ക് പോകാൻ കൽപ്പിച്ചു. നബി എന്തുകൊണ്ട് സമ്മാനങ്ങൾ സ്വീകരിച്ചില്ല? അള്ളാഹുവിൽ നിന്ന് ഇതിലും വലിയ സമ്മാനങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുള്ളതിനാൽ അവരുടെ സമ്മാനങ്ങൾ തിരികെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. സമ്മാനങ്ങൾ സ്വീകരിക്കാതിരുന്നപ്പോൾ ബൽക്കീസിന് ദേഷ്യം വന്നോ? ഇല്ല, അപ്പോഴാണ് അവർ പ്രവാചകനെ സന്ദർശിക്കണമെന്ന് തീരുമാനിച്ചത്. നബിയെ കണ്ടുമുട്ടിയപ്പോൾ അവർ എന്താണ് തിരിച്ചറിഞ്ഞത്?